കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി നമ്മോടൊപ്പം ഉണ്ട്. മിനിസ്റ്റർ, എന്തുകൊണ്ടാണ് ഈ അപകടം? മെക്കാനിക്കലായിട്ടുള്ള ഡിഫക്റ്റ് ആണോ ഇലക്ട്രിക്കൽ ആണോ എന്ന് അറിയില്ല. പ്രാഥമികമായിട്ട് ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് ആകാനാണ് സാധ്യതയാണ് പക്ഷേ അന്വേഷണത്തിന് വേണ്ടി നമ്മൾ ഉത്തരവിട്ടിട്ടുണ്ട്. ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറോടും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ഡ്രൈവറും കണ്ടക്ടറും സമയോചിതമായി ഇടപെട്ടു. അവരുടെ സേവനത്തിന് നമ്മൾ മാനിക്കുന്നു, അവരെ പ്രശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. ബസ് മെക്കാനിക്കുകളുടെ കുറവും വർക്ക്ഷോപ്പുകളുടെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന ഒരു മന്ദഗതിയിലുള്ള പോക്കുമാണ് കുഴപ്പം എന്നാണ് പ്രാഥമികമായും CMD പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി നടപടി എടുത്തു കഴിഞ്ഞു. എല്ലാ മെക്കാനിക്കുകളെ അതർ ഡ്യൂട്ടിയിൽ നിന്ന് 2 ദിവസം മുമ്പ് തന്നെ തിരിച്ച് ഞാൻ വന്നതിന് ശേഷം അവരെ വർക്ക്ഷോപ്പുകളിലേക്ക് തിരിച്ചു വിട്ടിരിക്കുകയാണ് ഇപ്പം. അപ്പൊ പുതിയ CMD അതിന്റെ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പൊ വർക്ക്ഷോപ്പിൽ ആളുകൾ വരികയും ഇനി എല്ലാ വണ്ടികളും ഞാൻ ഇന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ വണ്ടികളും 2 or 3 വണ്ടി വീതം ഗാരേജിൽ കയറ്റി ഫുൾ ചെക്കപ്പ് ചെയ്യാനാണ് ആദ്യഘട്ടത്തിൽ ആലോചന. ഇനി പരിഹാരം ഇനി വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആദ്യത്തെ എന്താണ് ഇത്. ശബരിമലയിൽ 2 വണ്ടിക്ക് തീ പിടിച്ചു. അപ്പൊ അതും എന്താണ് എന്ന് പരിശോധിച്ചപ്പോൾ അതും ഇതുപോലെ വയർ ഷോർട്ടേജും പിന്നെ ഈ മെക്കാനിക്കൽ ഉപകരണങ്ങൾ ഇപ്പൊ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും ഒരഞ്ഞാലും കാറിനും ബസ്സിനും തീ പിടിക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് നോക്കണം. അതും പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഈ ഫാൻ ബെൽറ്റ് കറങ്ങുന്ന ഇൻവെർട്ടറോ അല്ലെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റർ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരഞ്ഞാലും സ്പാർക്ക് വരാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നും പരിശോധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും പരിശോധിക്കും. ഇതിന്റെ ദൃശ്യങ്ങൾ മന്ത്രി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് നിന്ന് കത്തുകയാണ്, അതായത് ബസിന്റെ എല്ലാ ഭാഗവും ഒരുപോലെ നിന്ന് കത്തുകയാണ് ചെയ്യുന്നത്. ഫുൾ ഡീസൽ ആയതുകൊണ്ടാണോ അങ്ങനെ കത്തുന്നത്? അല്ല, ഡീസൽ ആയതുകൊണ്ട് മാത്രമല്ല, അതിന്റെ ഈ പാർട്സ് കുറച്ചുകൂടി ഈ റബ്ബർ 2 വണ്ടി ജോയിൻ ചെയ്ത പോലെ ഒരു ബസ്സാണത്. ലെങ്തി ബസ്സാണ്. അപ്പൊ അതിന്റെ ഈ ജോയിൻ ചെയ്യുന്ന പാർട്ടിലെ കുറച്ച് റബ്ബർ പാർട്ട് ഇതൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് റബ്ബർ. അതായിരിക്കാം ഇത്ര പെട്ടെന്ന് കത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി അത് ഫയർഫോഴ്സുമായിട്ട് സംസാരിച്ചാലേ എക്സാക്ട്ലി ഇതിനെ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും തീ പടരുന്നതിന് മുമ്പ് എല്ലാവരെയും ഇറക്കാൻ കഴിഞ്ഞത് വലിയൊരു നല്ല സേവനമാണ് ഡ്രൈവറും കണ്ടക്ടറും ചെയ്തത്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നമ്മളൊരു ശ്രദ്ധ, അതായത് ഏറ്റവും നല്ലത് എല്ലാ വണ്ടികളും ഒന്ന് ചെക്കപ്പ് എല്ലാം ബ്രേക്ക് അടക്കം എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. നമ്മുടെ ധാരാളം വണ്ടികൾക്ക് ബ്രേക്കിന്റെ ഈ എയർ ലീക്ക് ഉണ്ടായിരുന്നു. അത് ഡീസൽ നഷ്ടം ഉണ്ടാക്കുമായിരുന്നു, ബ്രേക്കിൽ അപകടമാണ്. അതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 100-150 വണ്ടികളിൽ എയർ ലീക്ക് ഉണ്ടായിരുന്നു. അതും വളരെ ഡേഞ്ചറസ് ആണ്. ബ്രേക്ക് കിട്ടാതെ വരും. മാത്രമല്ല ഫ്യൂവൽ കൺസംഷൻ കൂടും. കാരണം എയർ ഫില്ല് ചെയ്യാതെ ഡ്രൈവർക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. കംപ്രസ് ചെയ്ത് എയർ ടാങ്കിലേക്ക് കയറ്റാം. അപ്പൊ അത് ലീക്ക് ഉണ്ടായിരുന്നു. അത് റെക്ടിഫൈ നടപടി 2 ദിവസം മുമ്പ് തുടങ്ങി കഴിഞ്ഞു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ചെക്കപ്പ് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ആ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് വയറിങ്, മറ്റെല്ലാ മെക്കാനിക്കൽ പാർട്സുകളും എഞ്ചിനും എല്ലാം ഒരു ചെക്കപ്പ് ഓരോ വണ്ടിയായിട്ട് നമ്മൾ റൂട്ട് നിർത്തി വെച്ചിട്ടാണെങ്കിലും ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ വിമാനത്തിൽ ആ നിലയിൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ആ നിലയിൽ ഒരു ഉത്തരവ് മന്ത്രി നൽകുമെന്നാണ്. അങ്ങനെയല്ല. ഇപ്പൊ ആദ്യം എല്ലാ വണ്ടികളും കേരളത്തിൽ ഓടുന്ന KSRTC എല്ലാ വണ്ടികളും ഒരു റൗണ്ട് ഡീറ്റെയിൽ ചെക്കപ്പ്, ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നികേഷ് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ ദിവസവും ഈ ചെക്ക് ലിസ്റ്റ് ഫില്ല് ചെയ്ത് പോകണം. കഴുകാൻ ഇപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി. വണ്ടി കഴുകുന്ന ഏതൊക്കെ പാർട്സ് കഴുകണം, എല്ലാ വണ്ടിയും കഴുകാൻ പോവുകയാണ്. അതിനുള്ള കംപ്രസ്സുകൾ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നടപടി ആരംഭിച്ചു. പർച്ചേസ് ചെയ്തിട്ട് ഈ കംപ്രസർ ഉപയോഗിച്ച് വണ്ടികൾ കഴുകും. വണ്ടി കഴുകുമ്പോൾ സൂപ്പർവൈസ് ചെയ്യാൻ ഒരാളെ വയ്ക്കുക. എന്തെങ്കിലും ഒരു അതർ ഡ്യൂട്ടി കിട്ടുന്ന ആൾക്കാർ, ആക്സിഡന്റ് പറ്റിയിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള KSRTC ജീവനക്കാർ, അവർക്ക് ഇരുന്നു കൊണ്ട് ഇത് സൂപ്പർവൈസ് ചെയ്യാനുള്ള സൗകര്യം വണ്ടി കഴുകുന്നത്. അതെവിടെയൊക്കെ കഴുകണമെന്ന് ഒരു ചെക്ക് ലിസ്റ്റും തയ്യാറായിട്ടുണ്ട്. അതൊരു പുതിയ പരിഷ്കാരമാണ്. വണ്ടി കഴുകുമ്പോൾ എവിടെയൊക്കെ കഴുകണം. അത് പ്രത്യേകിച്ച് ഈ മഴയെ കഴിയുമ്പോൾ ഇതിന്റെ അടിയിൽ ചെളിയൊക്കെ പിടിച്ചിരിക്കും. അപ്പൊ ഈ മെക്കാനിക്കൽ പാർട്ടുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്നിടത്തുനിന്ന് ഒരു ഫ്രിക്ഷൻ കൊണ്ടൊരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അത് ഫയറായി മാറാനുള്ള സാധ്യത. അത് കാറുകളിലും തീപിടുത്തം ഉണ്ടായപ്പോൾ വിദഗ്ധർ അന്നും പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ പല കാറുകൾക്കും തീ പിടിച്ചല്ലോ ഈ അടുത്ത കാലത്ത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടാകാതിരിക്കാനാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. ഇതിൽ ഈ ബെയറിംഗ് ഒക്കെ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ എഞ്ചിൻ കറങ്ങുമ്പോൾ അതിന്റെ കൂടെ ഓൾട്ടർനേറ്റ് ഒക്കെ കറങ്ങുന്നുണ്ട്. വൈദ്യുതി ഉത്പാദിപ്പിക്കാനാണ് കറങ്ങുന്നത്. അപ്പൊ അവിടെ നിന്ന് സ്പാർക്ക് ഉണ്ടായാൽ പെട്ടെന്ന് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലേക്ക് തീ പിടിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് പരിശോധിക്കണം നമുക്ക്. ഇനി അങ്ങനെ വരാതിരിക്കാൻ ഇതെല്ലാം കൃത്യമായി പരിശോധിക്കാനുള്ള ഒരു നമ്മൾ പഴയ ബസ്സുകൾ ഓടിക്കുന്നുണ്ടോ മിനിസ്റ്റർ? പഴയ ബസ്സുകളാണ് കൂടുതലും. കാരണം ഇപ്പോൾ 2015 വർഷം പിന്നിടുന്ന ബസ്സുകളാണ്. ഒക്ടോബർ മാസത്തോടുകൂടി ഇന്നത്തെ കണ്ടീഷനിലാണെങ്കിൽ 1200 ബസ്സുകൾ
സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ പ്രൈവറ്റ് ബസ്സിന് 20 വർഷം വരെയൊക്കെ സമയം കൊടുക്കുന്നുണ്ട്, 22 വർഷം വരെ. പക്ഷെ ഗവൺമെന്റ് വെഹിക്കിൾ ഇത് മാത്രമല്ല, ആരോഗ്യവകുപ്പിന്റെ വാഹനങ്ങൾ, പോലീസിന്റെ വാഹനങ്ങളൊക്കെ കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ്. പക്ഷെ 15 വർഷം കഴിഞ്ഞു എന്നതിന്റെ പേരിൽ നമ്മൾ സ്ക്രാപ്പ് ചെയ്യേണ്ട, അതിന് നല്ല കണ്ടീഷനുള്ള വണ്ടികളുണ്ട്, ഓടാവുന്ന വണ്ടികളുണ്ട്, കാറുകളും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. അപ്പൊ അത് വൻതോതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ 86 വണ്ടികൾ 15 വർഷം കഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ സ്ക്രാപ്പ് ചെയ്യാൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ക്രാപ്പ് പോളിസിയുടെ ഭാഗമാണ്. പക്ഷെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും, അത് വലിയ പ്രതിസന്ധി കേരളത്തിൽ ഗവൺമെന്റിന് സൃഷ്ടിക്കും. ആയിരക്കണക്കിന് വണ്ടികളാണ്, ആരോഗ്യവകുപ്പിൽ മാത്രം 860 വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്രയും ഡ്രൈവർമാർക്ക് ജോലിയില്ലാതെയാവും. അങ്ങനെയൊക്കെയുള്ളൊരു വലിയ അത്രയും വണ്ടി പുതുതായി വാങ്ങാൻ നമുക്ക് സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നുമില്ല. അതിനൊക്കെ എന്തെങ്കിലും പരിഹാരം കാണേണ്ടതുണ്ട്. കത്തിയ ബസ്സും പഴയതാണോ? അല്ല, അത് രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. ഡിസംബർ വരെ, അടുത്ത 2024 ഡിസംബർ വരെ അതിന്റെ രജിസ്ട്രേഷൻ വാല്യൂ ഉള്ളതാണ്. വളരെ അത്ര പഴക്കമുള്ള വണ്ടിയല്ല അത്. 2024 ഡിസംബർ വരെയാണ് അതിന്റെ ഈ രജിസ്ട്രേഷൻ വാല്യൂ ഉള്ളത്. പിന്നെയാണ് വീണ്ടും അടുത്ത രജിസ്ട്രേഷൻസ് പോകുന്നത്. അതിലും പഴക്കമുണ്ട്, 15 വർഷം കഴിഞ്ഞ വണ്ടികളുണ്ട്, പക്ഷെ ഓടുന്നുണ്ട്. വണ്ടിയുടെ പഴക്കം മാത്രമല്ല, ഈ ഒരു നമ്മളൊരു സിസ്റ്റം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ ഒരു സ്ഥലത്തേക്കൊക്കെ വണ്ടികൾ വർക്ക്ഷോപ്പുകൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരുപാട് മെക്കാനിക്കുകൾ അതർ ഡ്യൂട്ടി കണ്ടക്ടറായിട്ടൊക്കെ പോകാൻ തുടങ്ങി. കണ്ടക്ടേഴ്സ് നമുക്ക് സഫീഷ്യന്റ് ആണ്, അപ്പോൾ എക്സസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഈ മെക്കാനിക്കുകളും കൂടെ കണ്ടക്ടർ പണിക്ക് പോയപ്പോൾ വർക്ക്ഷോപ്പുകൾ കാലിയായി, വർക്ക്ഷോപ്പുകളുടെ പ്രവർത്തനം നിലച്ചു. അത് നമുക്ക് ഇതിൽ ദോഷം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. KSRTC യൂണിയൻകാരുടെ കാഴ്ചപ്പാടിൽ അവർ പറയുന്നത് ഇത്തരം വർക്ക്ഷോപ്പുകൾ കുറഞ്ഞപ്പോൾ മെക്കാനിക്കുകൾ വേറെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ KSRTC ചിലപ്പോൾ പുറകോട്ട് പോയി എന്നൊരു അഭിപ്രായം KSRTC ട്രേഡ് യൂണിയനുകൾക്കുണ്ട്. അത് പരിശോധിച്ചുകൊണ്ടാണ്, അവരുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ മെക്കാനിക്കുകളെയും മെക്കാനിക്കുകളുടെ ജോലിയിലേക്ക് തിരിച്ചു വിട്ടിരിക്കുന്നത്. ആളുകൾക്കൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, പേടിക്കാനില്ല, അത് പരിഹരിക്കും. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരമാവധി ഗവൺമെന്റ് ശ്രമിക്കും. അതിനകത്ത് നേരിട്ട് ഇടപെടും. ഒരാശങ്കയും വേണ്ട. ഇനി സംഭവിക്കാതിരിക്കാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പരിശോധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു അറിയാലോ, KSRTC ഒരു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കാലമാണ്. അപ്പൊ അതിനിടയിലൂടെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെയാണ്. ഒരു ഉണ്ടാവും, കുഴപ്പം വരില്ല, അതൊക്കെ നമ്മൾ പരിഹരിക്കും. ഇപ്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഗവൺമെന്റിൽ നിന്ന് കൃത്യമായി പണം KSRTC തരുന്നുണ്ട്, ശമ്പളം തരുന്നുണ്ട്, പെൻഷൻ കൃത്യമായി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. പെൻഷൻ ആനുകൂല്യങ്ങൾ എല്ലാ ആഴ്ചയിലും വെച്ച് സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ സാറ്റർഡേക്ക് മുമ്പേ ഒരാഴ്ച പ്രയോറിറ്റി അനുസരിച്ച് യാതൊരുവിധ MD യോ മന്ത്രിയോ യാതൊരുവിധ ഇടപെടലും ഇല്ലാതെ ആദ്യം പെൻഷൻ പറ്റിയാണ് ആദ്യം എന്ന നിലയിൽ നഷ്ടപരിഹാരം ഒരു മാസം ഡെയിലി 35 ലക്ഷം രൂപ വെച്ച് മാറ്റുകയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഓരോ പ്രശ്നമായിട്ട് പരിഹരിക്കുകയാണ്. പെൻഷൻ ഇനി ഒരു 12 മാസത്തേക്ക് മുടങ്ങാതെ പോകാൻ കഴിയും. നവംബറിലെ പെൻഷൻ കൊടുത്തു, പിന്നെ ഡിസംബർ അതെല്ലാം കുടിശ്ശികയുള്ളത് 3 മാസത്തായിരുന്നു, അത് കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യും. നന്ദി KP ഗണേഷ് കുമാർ, ഗതാഗത മന്ത്രി, പ്രതികരിച്ചതിന്.